ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ചെറുതായിട്ട് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലൊക്കെയാണ്. അതുപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒന്ന് പോയി നമ്മുടെ കണ്ണനെ കണ്ണിറയെ കണ്ടുട്ട. അപ്പോൾ തന്നെ ഒരു സമാധാനം അല്ലേ. നമ്മൾ പോകണം എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കും, മനസ്സുകൊണ്ട് അവിടെ എത്തിപ്പെടും. പക്ഷേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്ത സാഹചര്യം ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് പ്രജി അമ്മയ്ക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഉച്ചയ്ക്കുള്ളത് കേട്ടോ, രാവിലത്തെയൊക്കെ കഴിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ പോയിട്ട് ഉദയാസ്തമന പൂജയൊക്കെ കഴിഞ്ഞ സമയത്താണ് നമുക്ക് കയറി തൊഴാനൊക്കെ ആയിട്ട് പറ്റിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി തൊഴുതു. ഒരു സ്വസ്ഥമായിട്ടൊന്ന് അത് കൂടെ പ്രദക്ഷിണമൊക്കെ വെച്ചു. നമ്മൾ കുളത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പ്രദക്ഷിണമൊക്കെ വെച്ച് വന്നു. അപ്പോൾ തന്നെ ഒരു ആശ്വാസം. അപ്പം നമ്മളിത് കിഴക്കേ നടക്കിലെത്തിയിട്ടുണ്ട്. കിഴക്കേ നടക്കിൽ മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് നമ്മളതിനെ തിരിച്ചു വിടും അല്ലേ, പാർക്കിങ്ങിലേക്ക്. ആദ്യമൊക്കെ മഞ്ജുളാലിൻ്റെ അത് കൂടെ അമ്പലത്തിൻ്റെ ആ ഇതുവരയ്ക്ക് നമ്മളതിനെ കടത്തി വിട്ടിട്ട് അവിടെ നിന്നാണല്ലോ പാർക്കിങ്ങിലേക്ക് പോവുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ചു പോയി വന്ന് അവിടെ എത്തിയപ്പോഴത്തേനും മഴ പെയ്തു തുടങ്ങിയിട്ടോ. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ മഴയൊക്കെ പെയ്തു. കുറച്ച് ദൂരം അങ്ങോട്ട് പാർക്കിങ് കഴിഞ്ഞ് നമുക്ക് നടക്കാണ്ടല്ലോ. അപ്പോൾ നമ്മൾ മഴയൊക്കെ കൊണ്ടിട്ട് തന്നെ നടന്നു വന്നു. കുട എടുക്കാൻ വിട്ടുപോയി ധൃതിയിൽ പോകുമ്പോൾ. എന്ത് വന്നാലും ഇന്ന് പോയിട്ട് തൊഴാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാളുകളായി കണ്ണൻ നമ്മളെങ്ങനെ പരീക്ഷിച്ചും കൊണ്ടിരിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കും തോറും നമ്മൾ വിളിക്കും തോറും നമ്മളതിനായിട്ട് ഇങ്ങനെ വട്ടം കറക്കും. കണ്ണനത് കാണാനൊരു ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പിന്നെ പറയും നമ്മളതിനെ ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ വിളിക്കും തോറും കൂടുതൽ പരീക്ഷിക്കും, ഇഷ്ടമുള്ളവരെന്നെ പരീക്ഷിക്കുക എന്നൊക്കെ പറയും. എന്തോ ആവട്ടെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു പ്രത്യേക തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ? എനിക്ക് അങ്ങനെ തോന്നാറ് കേട്ടോ. ആ മണ്ണിലേക്ക് കാല് കുത്തിയാൽ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ് അല്ലേ. എത്ര സമയം അവിടെ ചിലവഴിച്ചാലും നമുക്ക് മതി വരില്ല. അപ്പോൾ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പടിഞ്ഞാറ് നടക്കി കൂടെ വന്ന് കൊള്ളടക്കം പ്രദക്ഷിണം വെച്ചതിന് ശേഷം നാരായണാലയം ഉണ്ടല്ലോ, അവിടേക്ക് എത്തിയിട്ടോ. പിന്നെ അന്നദാനത്തിന് നിന്നില്ല. അന്നദാനത്തിന് നല്ല തിരക്കാണ് അവിടെ. അന്നദാന ഹാളൊക്കെ ഞാൻ ഇങ്ങനെ ബിജുവിന് കാണിച്ചു കൊടുത്തു. ഞാനും ബിജു കൂട്ട പോയിണ്ടായിരുന്നേ. എന്നിട്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ നടന്ന് പ്രദക്ഷിണം വെച്ചിട്ട് നാരായണാലയത്തിൻ്റെ അവിടെ നമ്മൾ ചെറിയൊരു കട അങ്ങനെ ഉണ്ട് കേട്ടോ. എല്ലാ പൂജാ സാധനങ്ങളും ഉണ്ട് അവിടെ നമ്മുടെ ഹരിചന്ദനം ഗോപിചന്ദനം എന്നൊക്കെ പറയില്ലേ, വൃന്ദാവൻ ഹരിചന്ദനം ഗോപിചന്ദനം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇന്ന് കാലത്ത് നമ്മൾ അമ്മ ഇവിടെ ദേവി മഹാത്മ്യം വായിക്കാറുണ്ട്. അപ്പോൾ ഇവ എന്ത് ചെയ്തു, അത് പിടിച്ച് വലിച്ചിട്ട് ചീന്തി. ഇവ എന്നല്ല, ഇവയും കുട്ടികളെല്ലാവരും അത് പിടിച്ച് വലിച്ച് ചീന്തു കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഒരു ദേവി മഹാത്മ്യമൊക്കെ വാങ്ങിച്ചു അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കേട്ടോ. കണ്ടാലും മതി വരില്ല ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ. കണ്ടാലും അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞാലും മതി വരില്ല അല്ലേ. എത്രമാത്രം നമ്മൾ കണ്ടാലും പറഞ്ഞാലും അത് കൂടെ എത്രയൊക്കെ നടന്നാലും നമുക്ക് മതി വരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. പക്ഷെ അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാനും അതുപോലെ തന്നെ അവിടെ കാഴ്ചകളൊക്കെ കൺകുളിർക്കെ കാണാനും നമുക്ക് അങ്ങനെ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ഒന്ന് പോകാൻ പറ്റിയ ഒരു സന്തോഷമാണ് എനിക്ക് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ ഓരോ കാഴ്ചകൾ കാണുമ്പോഴാണെങ്കിലും ഇന്നിപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ട് അതുകൊണ്ട് നമുക്ക് ആ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കും. വീണ്ടും ജൂൺ 1 മുതൽ ഉദയാസ്തമന പൂജ തുടങ്ങി. വെക്കേഷൻ ആവണ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വീണ്ടും പൂജയൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് 11:30 മുതൽ 12:30 വരെ 1 മണിക്കൂർ എന്തായാലും ഉദയാസ്തമന പൂജയാവും. ആ സമയത്ത് ഉള്ളിലേക്ക് കടത്തി വിടില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ആ സമയം വെച്ചിട്ട് പോയത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പണികളൊക്കെ കഴിച്ചിട്ട് പോകാനും പറ്റി. എന്തായാലും അത് കൂടെയൊക്കെ നടന്നു. പക്ഷേ ഇങ്ങനെ നടന്നത് കൊണ്ടൊന്നും എനിക്ക് മതിയായില്ല കേട്ടോ. ഇനിയും കുറേ സമയം അത് കൂടെ ഇങ്ങനെ ഇങ്ങനെ കാണണം. സമാധാനമായിട്ട്, മനസ്സുകൊണ്ട് സമാധാനമായിട്ട് നമുക്കിങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഒന്നും നമ്മൾ അലട്ടാതെ നമുക്ക് കാണണം. കുറേ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എന്നാലും അത് കൂടെയൊക്കെ നടന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ. പിന്നെ അവിടുന്ന് നമ്മൾ തൊഴുത് കഴിഞ്ഞ് വന്ന് പുറത്ത് വന്നതിന് ശേഷം നമ്മൾ ദേവസ്വം കാര്യാലയം ഗണപതി എന്ന് പറയില്ലേ, അവിടെ തൊഴുതതിന് ശേഷമാണ് നമ്മൾ നടന്ന് പുറത്തേക്ക് വന്നു. കടകളിലൊന്നും കയറിയില്ല കേട്ടോ, കാരണം സമയം നല്ലതുപോലെ വൈകി. അപ്പോൾ ഇനിയിപ്പോൾ കടകളിലൊക്കെ കയറി കഴിഞ്ഞാൽ സമയം പോകും. അപ്പോൾ വീട്ടിലെത്തിയിട്ട് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. എന്തായാലും ചോറും കറിയും എല്ലാം ഉണ്ടാക്കിയിട്ടല്ലേ പോയത്. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് കഴിക്കാമല്ലോ. പിന്നെ പ്രജി ഇവിടെ ഉണ്ടായ കാരണം എനിക്കൊന്നും ഇങ്ങനെ പോകാനും പറ്റി. അതും ഒരു ഭാഗ്യം. ഇനിയിപ്പോൾ അവളും 2 ദിവസം കഴിഞ്ഞാൽ പോവും. അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിങ്ങനെ പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചത് കേട്ടോ. വെക്കേഷൻ സമയത്തൊക്കെ തിരക്കല്ലേ, തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി നിൽക്കുമ്പോൾ കുറേ സമയം നിൽക്കണ്ടേ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സമയത്ത് പോകാനായിട്ട് പുറപ്പെടാഞ്ഞത് കേട്ടോ.
അപ്പോൾ ഇനി പോകണം. ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണാ ഞാൻ വരാൻ മനസ്സുകൊണ്ട് ആഗ്രഹമില്ലാണ്ട് ഒന്നുമല്ല, നീ തുണ. കാരണം കണ്ണൻ വിചാരിക്കാണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ, പിന്നെ എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ തൊഴുത് ഉള്ളിലും നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ച് കുറച്ച് സമയം അത് കൂടെയൊക്കെ ചിലവഴിച്ചു. അങ്ങനെ സമാധാനമായിട്ട് അങ്ങനെ ആ അന്തരീക്ഷത്തിൽ കൂടെ അങ്ങനെ നടക്കാൻ പറ്റാറില്ല. എപ്പോഴും എടുത്തോ പിടിച്ചോ എന്ന് വെച്ചിട്ട് നമ്മൾ ഓടിയിട്ട് പോക്കും വരവൊക്കെ ആകുമ്പോൾ അങ്ങനെ സമാധാനമായിട്ട് നിൽക്കാറില്ല കേട്ടോ. പിന്നെ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ സമാധാനമായിട്ടും അല്ലെങ്കിൽ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ പോയിട്ടേ കാര്യമുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് തിക്കും തിരക്കാണ്, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും വെച്ചാൽ നമുക്കും മാനസികമായിട്ട് അങ്ങനെ സമാധാനമായിട്ട് നടക്കാനും ഇരിക്കാനും പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയല്ല. ബിജുവിന് പിന്നെ കുഴപ്പമില്ല, അവ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ മെല്ലൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എല്ലാ ഭാഗത്തും പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് നടന്നു. പിന്നെ കുറേ നാളായിട്ട് അവനും പോവാത്ത കാരണം കൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഇപ്പോൾ കണ്ട പോലെ തന്നെ ഇനി അടുത്ത പ്രാവശ്യം ഗുരുവായൂർക്ക് ചെല്ലുമ്പോൾ മാറ്റങ്ങളാണ് കേട്ടോ. അപ്പം നമുക്കും കൺഫ്യൂഷനാണ്. അപ്പം ഞാൻ അവനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നടന്നിട്ട് ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് നടന്നത്. അങ്ങനെയൊക്കെ നടന്ന് നമ്മളവിടെ ഒക്കെ തൊഴുതു. ഉള്ളിൽ ഉപദേവതകൾ അയ്യപ്പനെയും ഒക്കെ തൊഴുതു. അതുപോലെ ഇടത്തരത്ത് കാവ് ഭഗവതിനെ തൊഴുതു. അവിടെ നിന്ന് നമ്മൾ ഇവിടേക്ക് എന്തെന്നാ പറയുക, നമ്മുടെ ശിവഭഗവാൻ ഉണ്ടല്ലോ, അവിടേക്കും തൊഴുതു. അതൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ പുറത്ത് കടന്ന് പുറത്തും പ്രദക്ഷിണമൊക്കെ വെച്ചതിന് ശേഷം കുളത്തിൻ്റെ അത് കൂടെയൊക്കെ നടന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലേക്ക് വന്നിട്ട് കാറെടുത്ത് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.